നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 134-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മലയാള സിനിമയിലെ പ്രശസ്ത അഭിനേത്രി ശ്രീമതി കുട്ടിയിടത്തി വിലാസിനിയെ കുറിച്ചിട്ടാണ്. നാടകത്തിലും സിനിമയിലും ധാരാളം വേഷങ്ങൾ പകർന്നാടിയ ഒരു വലിയ അഭിനേത്രി. ഞാൻ ഋതുഭേദത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് അവരുമായി സംസാരിക്കാനും മറ്റും കഴിഞ്ഞത്. നാടകത്തിലെ അതുല്യ പ്രതിഭ, 2-3 തവണ സംസ്ഥാന നാടകോത്സവത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടി. 400ഓളം സിനിമകളിൽ അഭിനയിച്ചു. സിനിമയിലും സഹനടിക്കുള്ള അവാർഡ് നേടി. സ്നേഹമെന്താണ്, വിനയമെന്താണ്, എങ്ങനെയാണ് ഒരു മനുഷ്യ മനസ്സിൽ കടന്നു കയറുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ ആ വലിയ അഭിനേത്രിയെ നേരിൽ കണ്ട് സംസാരിക്കണം. എന്നെ അത്ഭുതപ്പെടുത്തിയത് പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ അവതരണ സമയത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ച് ഇവരുടെ ഒരു നാടകം ഞാൻ കാണുകയുണ്ടായി. ഒരു മൈക്കിന് മുന്നിൽ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണം, ഒരു സ്റ്റേജിൽ എങ്ങനെ ഒരു കഥാപാത്രമായി മാറണം, മറ്റുള്ള അഭിനേതാക്കളുമായി സംവേദിക്കുമ്പോൾ അത് എത്തരത്തിലാവണം, മനുഷ്യ ഹൃദയങ്ങളിൽ അത് കടന്നു ചെല്ലുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു വലിയ പുസ്തകം തന്നെയാണ് വിലാസിനി എന്ന നടി. കുട്ടിയിടത്തി വിലാസിനി എന്നുള്ള ആ നാമം മലയാള സിനിമയുടെ ചരിത്രം എഴുതുന്നവർ ഒരിക്കലും മറക്കില്ല എന്നാണ് എൻ്റെ പക്ഷം. ക്യാമറയുടെ മുന്നിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ അഭിനയ ചാതുരി കണ്ട് ഞാൻ പകച്ചു പോയിട്ടുണ്ട്. ശരിക്കും ഞാൻ അവരെങ്ങനെയാണ് ഇത്രയും ഒരു കഥാപാത്രത്തെ സ്വാംശീകരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവരുമായി ഒരു 3-4 ദിവസത്തെ നേരിട്ടുള്ള പരിചയമേ ഉള്ളൂ. ആ സെറ്റിൽ വെച്ചുള്ള അവരുടെ മാന്യമായ പെരുമാറ്റവും സംസാര രീതിയും ശൈലിയും എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തും. അവരെക്കുറിച്ചിട്ടാണ് 134-ാമത്തെ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത്. കാണുമല്ലോ.